من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. ആർ നന്മ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരാകുന്നുവോ അവന് അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ആർ തിന്മയും കൊണ്ട് ഹാജരാകുന്നുവോ അവന് താൻ ചെയ്ത കുറ്റത്തിന് തുല്യമായി മാത്രം പ്രതിഫലം നൽകുന്നു. ആരുടെ നേരെയും അനീതിയുണ്ടാകുന്നതല്ല. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. പ്രവാചകൻ പറയുക, എന്റെ നാഥൻ ഉറപ്പായും എനിക്ക് നേർവഴി കാണിച്ചു തന്നിരിക്കുന്നു. വക്രതയേതുമില്ലാത്ത തികച്ചും ഋജുവായ മതം, ഇബ്രാഹിം നിഷ്കളങ്കമായി അനുവർത്തിച്ചിരുന്ന മാർഗം. അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ല. നേരായ മാർഗത്തെ കൂടുതൽ പരിചയപ്പെടുത്തുന്ന വിശേഷണമാണ് ഇബ്രാഹീമിന്റെ മാർഗമെന്നത്. ഇതേ സ്ഥാനത്ത് മൂസായുടെ മാർഗമെന്നും ഈസായുടെ മാർഗമെന്നും പറയാമായിരുന്നു. പക്ഷേ മൂസായുടെ മാർഗത്തെ യഹൂദിസമായും ഈസായുടെ മാർഗത്തെ ക്രിസ്ത്യാനിസമായും വികലപ്പെടുത്തിയതിനാൽ ഇബ്രാഹീമിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞുവെന്നേയുള്ളൂ. യഹൂദികളും ക്രിസ്ത്യാനികളും ഇബ്രാഹീമിന്റെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചിരുന്നു. യഹൂദിസവും ക്രിസ്ത്യാനിസവും ജന്മമെടുക്കുന്നതിന് എത്രയോ മുമ്പാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നും അവർക്കറിയാമായിരുന്നു. മാത്രമല്ല, അറേബ്യയിലെ മുശ്രിക്കുകളും ഇബ്രാഹിം നബിയെ മാർഗദർശിയായി ആദരിച്ചിരുന്നു. കഅബയുടെ നിർമ്മാതാവ്, പരിശുദ്ധാത്മാവ്, ഏകദൈവ ഭക്തൻ എന്നീ നിലകളിലെല്ലാം അവർ അദ്ദേഹത്തെ സ്മരിച്ചിരുന്നു. തങ്ങൾ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോയിരുന്നെങ്കിലും ഗുരുഭൂതനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹപൂജകനല്ലെന്ന് അവർക്കറിയാമായിരുന്നു. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. പറയുക, എന്റെ നമസ്കാരവും ആരാധനാ കർമ്മങ്ങളഖിലവും എന്റെ ജീവിതവും മരണവും എല്ലാം സർവലോകനാഥനായ അല്ലാഹുവിനു വേണ്ടിയാകുന്നു. ആരാധനാ കർമ്മങ്ങളഖിലവും എന്ന അർത്ഥത്തിന് നുസുക്ക് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ബലികർമ്മത്തിനും പൊതുവിൽ ആരാധനയുടെ മറ്റെല്ലാ രൂപങ്ങൾക്കും ഉപയോഗിക്കുന്ന പദമാണിത്. لا شريك له وبذلك أمرت وأنا أول المسلمين. അവന് പങ്കാളികളാരുമേയില്ല. ഇതാകുന്നു എനിക്ക് ലഭിച്ച ആജ്ഞ. ഞാൻ അനുസരണത്തിന്റെ ശിരസ്സ് നമിക്കുന്നവരിൽ ഒന്നാമനാകുന്നു. قل أغير الله أبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون. പറയുക, ഞാൻ അല്ലാഹുവല്ലാത്ത മറ്റൊരു നാഥനെ അന്വേഷിക്കുകയോ? സകല വസ്തുക്കളുടെയും നാഥൻ അവൻ മാത്രമായിരിക്കെ ഓരോ മനുഷ്യനും എന്തു നേടുന്നുവോ അതിന്റെ ഉത്തരവാദി അയാൾ തന്നെയാകുന്നു. ഭാരം ചുമക്കുന്ന ഒരുവനും അപരന്റെ ഭാരം ചുമക്കുകയില്ല. നിങ്ങളെല്ലാവരും പിന്നീട് റബ്ബിങ്കലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അപ്പോൾ നിങ്ങളുടെ ഭിന്നിപ്പുകളുടെ യാഥാർത്ഥ്യം അവൻ വെളിപ്പെടുത്തിത്തരുന്നതാണ്. അതായത്, എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളുടെയും നാഥൻ അല്ലാഹുവാണെന്നിരിക്കെ എന്റെ നാഥൻ മറ്റൊരുത്തനാവുന്നതെങ്ങനെ? പ്രപഞ്ചമഖിലം അല്ലാഹുവിന്റെ അനുസരണ വ്യവസ്ഥയ്ക്ക് വിധേയമായി ചലിക്കുന്നു. പ്രപഞ്ചത്തിലെ ഒരു ഘടകമെന്ന നിലയ്ക്ക് എന്റെ അസ്തിത്വവും അതേ വ്യവസ്ഥയ്ക്ക് വിധേയമായിരിക്കുന്നു. എന്നിട്ടും സ്വതന്ത്രനായ എന്റെ ജീവിതത്തിന് മറ്റൊരു നാഥനെ അന്വേഷിക്കുകയോ? അഖില പ്രപഞ്ചത്തിനെതിരെ ഞാൻ ഒരുവൻ മറ്റൊരു മാർഗേണ ചരിക്കുകയോ?
ഭാരം ചുമക്കുന്നവൻ അപരന്റെ ഭാരം ചുമക്കുകയില്ല എന്ന വാക്യത്തിന്റെ സാരം ഇതാണ്. ഓരോ വ്യക്തിയും സ്വന്തം പ്രവൃത്തിക്കേ ഉത്തരവാദിയാവുന്നുള്ളൂ. ഒരുവന്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അപരനില്ല. وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم. നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയതും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെ അപേക്ഷിച്ച് കൂടുതൽ ഉയർന്ന പദവി നൽകിയതും അവൻ തന്നെയാകുന്നു. നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയത്രേ അത്. നിസ്സംശയം ശിക്ഷ നൽകുന്നതിലും വളരെ വേഗതയുള്ളവനാകുന്നു നിന്റെ നാഥൻ. അതോടൊപ്പം അത്യധികം മാപ്പരുളുന്നവനും ദയാപരനും കൂടിയാകുന്നു. ഈ വാക്യത്തിൽ 3 യാഥാർത്ഥ്യങ്ങൾ വിവരിച്ചിരിക്കുന്നു. 1. ഭൂമിയിൽ ഓരോ മനുഷ്യനും ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അതായത് ദൈവം തന്റെ ഉടമയിലുള്ള വസ്തുക്കളിൽ പലതും മനുഷ്യന്റെ പക്കൽ അമാനത്ത് വച്ചിരിക്കുന്നു. അവ കൈകാര്യം ചെയ്യാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. 2. പ്രതിനിധികൾ തമ്മിൽ പദവി വ്യത്യാസമുണ്ട്. ചിലരുടെ അമാനത്ത് പരിധി വിപുലമാണെങ്കിൽ ചിലരുടേത് പരിമിതമാണ്. ചിലർക്ക് കൂടുതൽ വസ്തുവകകളിൽ കൈകാര്യ അവകാശമുണ്ടെങ്കിൽ ചിലർക്ക് കുറഞ്ഞതിലേ ഉള്ളൂ. ചിലർക്ക് കൂടുതൽ പ്രവർത്തനശേഷി നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കുറവേ നൽകിയിട്ടുള്ളൂ. മനുഷ്യരിൽ തന്നെ ചിലർ ചിലരുടെ അമാനത്തിലാണുള്ളത്. 3. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ പരീക്ഷണ വസ്തുക്കളാണ്. ജീവിതം ഒരു പരീക്ഷണാലയമാണ്. ഒരാൾക്ക് എത്രത്തോളം ദൈവം കൊടുത്തിരിക്കുന്നോ അയാൾ അതിൽ പരീക്ഷിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ അമാനത്തിനെ ഓരോരുത്തരും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന്, അമാനത്തുബാധ്യത എത്ര കണ്ട് നിറവേറ്റുന്നുവെന്ന്, തന്റെ യോഗ്യതയും അയോഗ്യതയും എത്ര കണ്ട് തെളിയിക്കുന്നുവെന്നാണ് പരീക്ഷിക്കുന്നത്. ഈ പരീക്ഷയുടെ ഫലമനുസരിച്ചായിരിക്കും ജീവിതത്തിന്റെ 2ാം ഘട്ടത്തിൽ പദവി നിർണയിക്കപ്പെടുക. من جاء بالحسنة فله 10 أمثالها ومن جاء بالسيئة